2.5 വർഷ കാലഘട്ടം 7.5 ശനിദോഷം ബാധിക്കുന്നത്. ഇവർ വ്യക്തമായി മനസ്സിലാക്കുക. എല്ലാ കാർത്തികക്കാർക്കും എല്ലാവരും വിചാരിക്കണം എനിക്ക് ശനിദോഷമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശി ഏത് രാശിയിലാണ് ജനിച്ചത്, ഏത് കൂറിലാണ് ജനിച്ചതെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് ജാതകം പരിശോധിച്ചാൽ മതി, മനസ്സിലാകും. അല്ലെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി, അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം ശനിദോഷമായിരുന്നു, കണ്ടക ശനിദോഷമായിരുന്നു. അതെല്ലാം മാറുകയും വരുന്ന മാർച്ച് 29 ആകുമ്പോൾ അത് മാറുകയും തുടർന്ന് സന്തോഷകരമായ ജീവിതം, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. കൂടുതലും ഇടവൻ രാശിയിലായിരിക്കും കാർത്തിക നക്ഷത്രം വരുന്നത്. കാരണം അവസാനത്തെ 3 പാദവും നിൽക്കുന്നത് ഇടവൻ രാശിയിലായതുകൊണ്ട് നമ്മളൊരു 100 കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ എടുത്താൽ ഇതിൽ 75 പേരും ഇടവൻ രാശിയിലും 25 പേർ മേടൻ രാശിയിലുമാണ്. അങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ എല്ലാ കാർത്തികക്കാർക്കും 7 ശനി